ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില ഹിഡൻ സ്ട്രെങ്ത്, ചില ഹിഡൻ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ അറിയാതെ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചില കഴിവുകൾ അല്ലെങ്കിൽ ചില ശക്തികളൊക്കെ ഉണ്ടായിരിക്കും, ചില പവേഴ്സ് അല്ലേ. അപ്പോൾ അത് എന്താണ് എന്ന് നിങ്ങളെ റിയലൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ, എൻ്റെ റീഡിംഗ് ആദ്യമായിട്ട് കാണുകയാണ് എങ്കിൽ, ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കൂടുതൽ റെസണേറ്റ് ആകാൻ വേണ്ടി നിങ്ങളുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് 1-2 നിമിഷം നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ റീഡിങ്ങിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 7 കാർഡ് സ്പ്രെഡ് എടുത്തിട്ട് തിരിച്ചു വരാം. എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഹിഡൻ സ്ട്രെങ്ത് നോക്കാം. സോ കാർഡ് നമ്പർ 1, നിങ്ങളുടെ ഹിഡൻ സ്ട്രെങ്ത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാതെ തന്നെ ഈ ഒരു സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു കഴിവ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്ത് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി കാരണമായത്? ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കഴിവ് തിരിച്ചറിയാൻ സാധിക്കാത്തത്? അതായത് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കാത്തത്? നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെങ്ത് കൂടുതൽ ഇന്റൻഷനലി തന്നെ ഈ ഒരു സ്ട്രെങ്ത് കൂടുതൽ എങ്ങനെ ഉപയോഗിക്കാം? ഓക്കെ, എന്ത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ലൈഫിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത്? ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങൾ തരുന്ന മെസ്സേജ്? ഈ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഒരു 7 കാർഡ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോവാം. സോ കാർഡ് നമ്പർ 1, എന്താണ് നിങ്ങളുടെ ഹിഡൻ സ്ട്രെങ്ത്? നിങ്ങളുടെ ഉള്ളിൽ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഹിഡൻ സ്ട്രെങ്ത് എന്താണ്? സോ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് സത്യം പറയാനായിരിക്കും ഇഷ്ടം. ഏത് സാഹചര്യത്തിലും സത്യം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് ഒരു മോറൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും ലൈഫിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കാമായിട്ടിരിക്കാൻ വേണ്ടി, വളരെ ശാന്തമായിരിക്കാൻ വേണ്ടി തന്നെ ഒരു ഇന്നർ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നാലും അതൊക്കെ അന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലും പ്രത്യേകിച്ച് ഡ്രാമയൊന്നുമില്ല, സത്യം അങ്ങ് വെട്ടി തുറന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ കൂടി ഒരു വഴി തെളിച്ച് മുന്നോട്ട് പോകാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. സോ നിങ്ങൾ നോർമലി ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൈഫിലെ പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തതയുണ്ട്. ബുദ്ധിപരമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ആളുകളാണ്. നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കാൻ കഴിവുള്ള ആളാണ്. ഈവൻ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും, അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും, നിങ്ങൾക്ക് എതിരഭിപ്രായമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവരെ പറഞ്ഞു ബോധിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി, ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളെ മാനിക്കുന്നുണ്ട്. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ചിന്തയുമില്ല. ആക്ച്വലി നിങ്ങൾക്കത് വേണം, അല്ലെങ്കിൽ അവർ ഞാൻ പറയുന്ന അംഗീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അംഗീകരിക്കേണ്ട എന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറയും. ഓക്കെ, ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഹൈ എനർജിയാണ് അവിടെ ഉള്ളത്. ഓക്കെ,
നിങ്ങൾക്ക് എപ്പോഴും ഒരു റിയൽ ലൈഫും ഇല്യൂഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഒരു റിയൽ ലൈഫിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ അത് ഇല്യൂഷനാണ്, അത് റിയൽ ലൈഫുമായിട്ട് ബന്ധമില്ല എന്ന് മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്കത് ചിന്തിച്ച് നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ എടുക്കാനും ബാക്കിയുള്ളവ തള്ളിക്കളയാനും അറിയാം. സോ നിങ്ങളുടെ ഒരു ഉള്ളിലുള്ള ഒരു കഴിവ്, ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ഷാർപ്പ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സത്യം പറയാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഏത് സാഹചര്യത്തിലും സത്യം പറയാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനോട് സപ്പോർട്ട് ചെയ്യാൻ പോവാറില്ല. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഫോളോ പറയുകയും ചെയ്യുന്ന ആളാണ് നിങ്ങൾ. ഓക്കെ. സോ എന്തായാലും എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ക്ലിയർ കട്ടായിട്ട് അത് ആരാണെന്നോ ഏത് സാഹചര്യമാണെന്നോ നോക്കാതെ പറയാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഓക്കെ. എന്താണോ ശരി അതിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ സ്ട്രെങ്ത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് ആളുകൾക്ക് പങ്കുവെക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് ഡെയിലി ലൈഫിൽ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളത് അറിയാതെ പോലും എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അധ്യാപികയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ മോറലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ, ചില റിച്വൽസ് ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അതായത് മതപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും, അതായത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിലും ശരി, നിങ്ങൾ ജോലി സ്ഥലത്തുള്ള ഒരാളാണെങ്കിലും ശരി, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ചില വാല്യൂസ് ഉണ്ട്, അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. സോ ആളുകൾ നിങ്ങളെ കാണുന്ന ഒരു വഴികാട്ടി, ഒരു ഗൈഡായിട്ടാണ്. അവരുടെ ഒരു മെൻറ്ററിനെ പോലെയാണ് ആളുകൾ നിങ്ങളെ കാണുന്നത്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് ഓടി വരാറുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ നിങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. നിങ്ങളുടെ അഡ്വൈസ് അവർ സ്വീകരിക്കാറുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിനെയും കണ്ണിനെയും ഒക്കെ തുറപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അഡ്വൈസിന് വേണ്ടിയിട്ട് വരാറുണ്ട്. നിങ്ങളൊരു മെൻറ്ററായിട്ടാണ് പല ആളുകളും നിങ്ങളെ കാണാറ്. ഓക്കെ. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെയും അഡ്വൈസ് നിങ്ങളിൽ നിന്നുമായിരിക്കും സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത് പോലും നിങ്ങളിലേക്ക് എത്താറും നിങ്ങളുടെ അഡ്വൈസ് സ്വീകരിക്കാറുമുണ്ട്. ചില ആളുകളുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം നിങ്ങളെ ആയിരിക്കും അവർ ഓർക്കുന്നത്. ചിലപ്പോൾ കുറേ നാളുകളായിട്ട് സംസാരിക്കാത്ത ആളുകളായിരിക്കും, പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് വേണ്ടപ്പോൾ, പുതിയൊരു കാര്യം തുടങ്ങേണ്ടപ്പോൾ, പുതിയൊരു കാര്യം പഠിക്കേണ്ടപ്പോഴൊക്കെ നിങ്ങളോട് അഡ്വൈസ് ചോദിക്കാൻ അവർ മറക്കാറില്ല. സോ നിങ്ങളുടെ ഈ ഒരു ഹിഡൻ സ്ട്രെങ്ത് അത് നിങ്ങൾ ഈ ഒരു രൂപത്തിലാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിനെ ക്ലെയിം ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് ഇതെന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ശരിയെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു, പ്രവർത്തിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇതാണ് നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു പവർ, അതിനൊരു സ്ട്രക്ചറുണ്ട്, ഒരു ബുദ്ധിപരമായിട്ടുള്ള ഗൈഡൻസ് ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട്. ഈവൻ നിങ്ങളിത് സാധാരണ ഒരു എനർജി ആണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും പല ആളുകളും നിങ്ങളെ കാണുന്നത് അങ്ങനെയല്ല. നിങ്ങളൊരു നോർമൽ ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ സാധാരണ എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കുന്ന പോലെ ഞാൻ പറയുന്നു, എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പോലും മറ്റുള്ളവർ നിങ്ങളെ ആ ഒരു രീതിയിലല്ല കാണുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ, അല്ലെങ്കിൽ വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരു പ്രശ്നവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് സൊല്യൂഷൻ കിട്ടും എന്നുള്ള കാര്യം ആളുകൾക്ക് ഉറപ്പാണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങളെ ആളുകൾ സമീപിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്കുള്ള അറിവുകൾ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. ചില ആളുകൾ അവരുടെ കഴിവുകൾ എക്സ്പോസ് ചെയ്യാൻ തയ്യാറാവില്ല, അല്ലെങ്കിൽ അവരുടെ അറിവുകൾ അവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാകാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിവ് പങ്കുവയ്ക്കുന്നതിലൂടെയാണ് നിങ്ങൾ വളരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എന്ത് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഹിഡൻ സ്ട്രെങ്ത് ഉണ്ടാവാനായിട്ട് കാരണം? നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ, അതായത് നിങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത്
വളരെ പെയിൻഫുള്ളായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ, നിങ്ങളുടെ ഒരു ഇന്നർ ബാലൻസ് കിട്ടാതെ നിങ്ങൾ ഇരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് 2 ഓപ്ഷൻസിൽ ഒന്ന് ചൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഏത് തിരഞ്ഞെടുക്കും എന്നറിയാതെ വിഷമിച്ച കാര്യമുണ്ട്. നിങ്ങളുടെ ജോലി വേണോ, അതോ നിങ്ങളുടെ ഫാമിലി വേണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് വേണോ, ബ്യൂട്ടി വേണോ, അതോ നിങ്ങളുടെ കംഫോർട്ടിലേക്ക് നിങ്ങൾ പോകണോ, അതോ സത്യത്തെ നേരിടണോ, ഇങ്ങനെയൊക്കെ അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് വിതൗട്ട് എനി സപ്പോർട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരാളോട് അഡ്വൈസ് ചോദിക്കാനില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. നിങ്ങളുടെ ലൈഫിലെ ഓൾമോസ്റ്റ് എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ സ്വയം എടുത്തിട്ടുള്ളതായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലായ ഒരു കാര്യമുണ്ട്, അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നിങ്ങളന്ന് ഡിസിഷൻ എടുക്കാൻ വയ്യാതിരുന്ന സാഹചര്യത്തിൽ അവസാനം നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പലരുടെ അടുത്തും പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, ഇങ്ങനെയാണ് ലൈഫ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അത് നിങ്ങളൊരു ഡ്യൂട്ടി ആയിട്ടാണ് ആക്ച്വലി കാണുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എന്ന രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ആളുകളോട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നല്ല അഡ്വൈസുകൾ കൊടുക്കുകയും ചെയ്യുന്നത്. നിങ്ങളങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ആ അഡ്വൈസ് കൊടുക്കുക. നിങ്ങൾ ആ ഒരു സമയത്ത് എങ്ങനെയാണോ ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫെയർ ആയിട്ട് തോന്നുക, ആ ഒരു അഡ്വൈസ് തന്നെയായിരിക്കും നിങ്ങൾ അവർക്ക് കൊടുക്കുക. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെയാണ്, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ ആളുകളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ പല ഏരിയാസിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാതെ പോയത് നിങ്ങളുടെ ചില തീരുമാനങ്ങളുടെ പ്രശ്നം കൊണ്ടാണെന്ന് നിങ്ങൾ പണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു തീരുമാനങ്ങളൊക്കെ മറ്റൊരാളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാതെ നിങ്ങൾ നോക്കുന്നുണ്ട്, അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയല്ല നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. സോ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇത് നിങ്ങളുടെ പവർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത്, അതായത് നിങ്ങളുടെ ഹിഡൻ പവർ ആണ് ഇതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്തത്? ആക്ച്വലി നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ക്യാരക്ടറാണ് ഇതെന്നുള്ളതാണ്. അതായത് നിങ്ങൾ വളരെയധികം ബോൾഡായിട്ടിരിക്കേണ്ട, സ്ട്രോങ് ആക്ഷൻസ് എടുക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ അംബീഷൻസ് നിങ്ങൾ പൂർത്തിയാക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കണം, ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഒരു കഴിവായിട്ട് നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ആക്ച്വലി അത് നിങ്ങളുടെ ഒരു കഴിവാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ യാത്രയ്ക്കിടയിൽ നിങ്ങൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ആയിട്ട് മാത്രമേ ഇതിനെ നിങ്ങൾ കാണുന്നുള്ളൂ. ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ നിലനിൽക്കാൻ വിധിക്കപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്, നിങ്ങളിങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകണം, അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നോളും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടേത്. അതുപോലെ ഒരു രാജാവിനെ പോലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു, അത്രമാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇപ്പോൾ ഒരു രാജാവ് ഒരു പ്രജയ്ക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് ആ പ്രജ തിരിച്ചെന്തെങ്കിലും രാജാവിന് ചെയ്തു കൊടുക്കും എന്ന് രാജാവ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളെ കാണുന്നത്. ഇത് എൻ്റെ കടമയാണ്, ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യമാണ് നിങ്ങളിവിടെ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റാത്തത്. ഇതെൻ്റെ ഒരു കഴിവാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു പവറാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം? അതായത് ഒരാൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു അവൈലബിലിറ്റി മിസ്യൂസ് ചെയ്യപ്പെടാം. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങളോട് നോ പറയേണ്ടതുണ്ട്, ഡീപ്പായിട്ട് ആലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതായത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ഓക്കെ, എപ്പോഴും നിങ്ങൾ എല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആകാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സമയം കൂടി കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളിലേക്ക് കൂടി നിങ്ങൾ നോക്കുക. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഏകാന്തത തിരഞ്ഞെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ടു പോവുക എന്നുള്ളതല്ല, ഏകാന്തത തിരഞ്ഞെടുക്കുക. നമ്മൾ ഏകാന്തത എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു സമയത്ത് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുകയാണ്. സോ നിങ്ങളുടെ ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഷാർപ്പ് മൈൻഡ്
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് സോഷ്യൽ ഫീഡുകൾ നോക്കാതെ, അതായത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് സോഷ്യൽ ഫീഡുകൾ, അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കാതെ, എല്ലാവർക്കും വേണ്ടി എപ്പോഴും ഫോണിൽ അവൈലബിൾ ആകാതെ അങ്ങനെയൊക്കെ ഇരിക്കുക. അതായത് നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളുടെയും ജഡ്ജ് നിങ്ങൾ തന്നെ ആവുക. നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും, എല്ലാ തീരുമാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. സോ അതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു കഴിവ് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് വിചാരിക്കുക. അതായത് ഒരു സ്ട്രാറ്റജി ടൈം നിങ്ങൾക്ക് എപ്പോഴും വേണം. അത് നിങ്ങളുടെ ലൈഫിൽ ഓരോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട സമയമുണ്ട്, പ്രാക്ടിക്കൽ സ്ട്രാറ്റജി ടൈം. ഓക്കെ, ആ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ ഇമോഷണലി ഒട്ടും ആർക്കും അവൈലബിൾ ആകരുത് എന്നല്ല, പക്ഷേ നിങ്ങളുടെ ഇന്നർ അറ്റൻഷൻ, അതായത് നിങ്ങളിലേക്കൊരു ശ്രദ്ധ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അഡ്വൈസ് കൊടുത്തിട്ടുള്ള പല ആളുകളും ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ കഴിവുകൾ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ നിങ്ങളുടെ ഒരു കഴിവാണെന്ന് മനസ്സിലാക്കുകയും അതെങ്ങനെ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഇൻ്റലിജൻ്റ് ആയി മാറും, കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ട് മാറും. നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് സെക്ഷനിലൊക്കെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടും. അതായത് കൗൺസിലറായിട്ട് മാറുക, ആളുകൾക്ക് അഡ്വൈസ് കൊടുക്കുന്നതിലൂടെ സമ്പാദിക്കുക, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പ്രൊഫഷൻ ആക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ആളുകളെ നർച്ചർ ചെയ്യാൻ സാധിക്കും. ആളുകൾ ഇപ്പോൾ നിങ്ങൾ ഒരു കരിയറിലേക്ക് പോവുകയാണെങ്കിൽ ആളുകൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് വളരെ സേഫായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കൂടി കുറച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവ് കൂടി ഉണ്ടാവും. നിങ്ങൾക്കത് നിങ്ങളിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ലോങ് ടേം ലൈഫിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ആളുകളെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും, ഒരുപാട് റിലേഷൻഷിപ്പുകളെ നർച്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ബെറ്റർ റിലേഷൻഷിപ്പ്, അതുപോലെ വിശ്വസിക്കാവുന്ന ഫ്രണ്ട്ഷിപ്പുകൾ, അതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു കഴിവെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള കാര്യമാണ്. അത് നിങ്ങൾ എങ്ങനെ വൈസായിട്ട് ഉപയോഗിക്കണം എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ്, ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടി അതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഉള്ളിലുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ മനസ്സിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ പല ആളുകളുടെയും ഹൃദയത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ജീവിതം സാധ്യമാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ്? സോ ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പല കാര്യങ്ങളും കാണും, പലതും ചിലപ്പോൾ നിങ്ങളെ സെർവ് ചെയ്യാത്ത കാര്യങ്ങളുമായിരിക്കും, പലതും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്, പല മാറ്റങ്ങളും സഡൻ ചേഞ്ചസ് ഒക്കെ വരാനായിട്ടുള്ള മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മാറ്റി നിർത്താനും പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ചിലേക്ക് മാറ്റും. ഈ ടവർ കാർഡ് എന്ന് പറയുന്ന ഒരു പണിഷ്മെൻറ്റ് കാർഡൊന്നും അല്ല, നമുക്ക് കാണുമ്പോഴങ്ങനെ തോന്നുമെങ്കിലും ഓക്കെ, നിങ്ങളുടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള, അത് റിലേഷൻ ആയിരിക്കാം, ജോലി ആയിരിക്കാം, വിശ്വാസങ്ങളായിരിക്കാം, അതൊക്കെ ഒന്ന് തകിടം മറിയാനുള്ള ഒരു ചാൻസ് നിങ്ങളിങ്ങനെ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ
സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സത്യത്തെ എപ്പോഴും മൂടി വെക്കാനായിട്ട് പറ്റില്ല, അത് പുറത്തു തന്നെ വരും അല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തതയോടുകൂടി തിരിച്ചറിയുകയും ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരികയും ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറേണ്ടി വരികയും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഹയസ്റ്റ് സെൽഫിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. ആ ഹയസ്റ്റ് സെൽഫിന് നിങ്ങളെ സെർവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മാറി മറിയും. അതായത് ഒരു റീഅറേഞ്ച്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള ഒരു ചാൻസ് ആണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. സത്യം ജയിക്കുമ്പോൾ ഒരു വലിയ മാറ്റം കൂടി അതിനെ അസിസ്റ്റ് ചെയ്യും. സോ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഹിഡൻ പവർ അത് എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അതിങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഹോപ്പ് യു എൻജോയ് ഇറ്റ്. നമുക്ക് മറ്റൊരു റീഡിംഗ് വീണ്ടും കാണാം.